നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഞാൻ ഊബർ ഓടാൻ വന്നിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ച സംശയങ്ങൾ, അതിൽ കുറച്ച് സംശയങ്ങൾ, അതായത് ഒന്നിൽ കൂടുതൽ പേര് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് അതിന് റിപ്ലൈ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് എനിക്കറിയുന്ന അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണ്. അതുകൂടാതെ വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ തന്നെ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ ബ്രോ ഊബർ തുടർച്ചയായിട്ട് എത്ര മണിക്കൂർ ഓടാൻ പറ്റും, 24 മണിക്കൂർ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 24 മണിക്കൂറോ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഓടാൻ പറ്റും. അതായത് ആ വണ്ടി കാറ് നമ്മൾ റെന്റിന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 12 മണിക്കൂറാണെങ്കിൽ ആ 12 മണിക്കൂർ ഓടാം. അതല്ല 24 മണിക്കൂറിൻ്റെ റെന്റ് കൊടുത്ത് എടുക്കുകയാണെങ്കിൽ 24 മണിക്കൂർ ഓടാം. അതല്ല നമുക്ക് കമ്പനിയിൽ നേരിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓടാൻ പറ്റും. പക്ഷേ എന്താ ടാസ്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറൊക്കെ ഒരുമിച്ച് ഓടിക്കഴിഞ്ഞാൽ, കണ്ടിന്യൂ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ ശരീരം ആകെ ക്ഷീണിച്ചു പോകും. അപ്പോൾ പൈസ മാത്രമല്ല, നമ്മുടെ ശരീരം കൂടെ നോക്കേണ്ടതുള്ളതുകൊണ്ട് 24 മണിക്കൂർ വല്ലപ്പോഴൊക്കെ ഓടാം. അതായത് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ 24 എടുത്ത് ഓടാറുണ്ട്. അല്ലാതെ കണ്ടിന്യൂ ആയിട്ട് 24 മണിക്കൂർ ഓടുന്നു, പിന്നെ ഒരു കുറച്ച് എന്താ പറയുക, ഒരു ഹാഫ് ഡേ ഗ്യാപ്പ് ഇടും, പിന്നെ 24 മണിക്കൂർ ഓടും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പണി പെട്ടെന്ന് തന്നെ നിർത്തേണ്ടി വരും. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് 24 എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറൊരു മച്ചാൻ ചോദിച്ചിട്ടുള്ളത്, ബ്രോ എവിടെയാണ് സ്റ്റേ, 100 രൂപയ്ക്ക് അവിടെ കിട്ടുന്നുള്ളതാണ്. അതായത് സിംഗിൾ റൂം കിട്ടുമെന്നാണ്. സിംഗിൾ റൂം 100 രൂപയ്ക്ക് കിട്ടൂല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല രീതിയിൽ റൂമുകൾ വരുന്നുണ്ട്. അതിൽ എൻ്റെ അറിവിലുള്ളത് ഇപ്പോൾ PG വരുന്നുണ്ട്. എത്രയോ 4000 5000 കൊടുത്തു കഴിഞ്ഞാൽ മാസത്തിന് താമസിക്കാൻ പറ്റും. അതല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തിട്ട് മാസം റെൻ്റ് ആണെങ്കിലും വലിയ റെൻ്റ് ഇല്ലാതെയും അപ്പാർട്ട്മെൻറ്റ് റൂമുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അഡ്വാൻസ് കൊടുക്കാതെ റൂം എടുക്കുന്നതാണ്. അതാകുമ്പോൾ റൂമിന് റെന്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ 2 റൂമൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു 1000 1200 രൂപ 1100 ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത്. ഇപ്പോൾ 1100 രൂപയുടെ റൂമാണെങ്കിൽ ഒരു 11 പേര് നിൽക്കുകയാണെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ് ഒരു ദിവസത്തിന് വരുന്നത്. ആ ഒരു കണക്കിലാണ് 100 രൂപ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ 11 ആൾ എന്ന് പറഞ്ഞാൽ 11 ആൾ ഊബർ ഓടുന്നവരെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുൾ ടൈം റൂമിലുണ്ടാവില്ല. ഇപ്പോൾ റൂമിൽ 10 പേരാണെങ്കിൽ 5 പേരാണ് ഒരു ടൈമിൽ റൂമിലുണ്ടാവുള്ളൂ. അടുത്ത 5 പേര് ഓട്ടത്തിലായിരിക്കും. ആ 5 പേര് വരുമ്പോൾ ഈ റൂമിലുള്ള ആളുകൾ ഓടാൻ പോയിട്ടുണ്ടാവും ഷിഫ്റ്റ് ആണെങ്കിൽ. പിന്നെ വേറൊരു ചോദിച്ചിട്ടുള്ളത്, ബ്രോ ഞാൻ സൗദിയിലാണ്, എനിക്ക് ഇവിടെ ഊബർ ഓടുന്നുണ്ട്. ഖത്തറിൽ ഊബർ 3 വർഷം ഓടിയിട്ടുണ്ട്. ഗൾഫിൽ ജോലി ചെയ്തവർ അതല്ലെങ്കിൽ ഗൾഫിൽ ഡ്രൈവ് ചെയ്തവർ നാട്ടിൽ വന്നിട്ട്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ വന്നിട്ട് ഊബർ പണിക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനും ഈ കുവൈറ്റിൽ അല്ലെങ്കിൽ ഒമാനിലൊക്കെ ഡ്രൈവറായിട്ട് നിന്നിട്ടുള്ളതാണ്. പക്ഷേ അതുപോലെ തന്നെ അവിടുത്തെ ട്രാഫിക്കും ഇവിടുത്തെ ട്രാഫിക്കും വ്യത്യാസമുണ്ട്. അതായത് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗൾഫിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് കാറാണ് ഒന്നാമത്തത്. മാത്രമല്ല അവിടെ പ്രശ്നങ്ങളില്ല. ഒരു വണ്ടി തട്ടിയാലോ മുട്ടിയാലോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിപ്പോൾ ഇൻ കേസ് ഒന്ന് തട്ടിയാൽ പോലും എന്താ പറയുക, സ്പോട്ടിൽ പോലീസ് വന്നിട്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കണം. അല്ലാതെ തമ്മിത്തല്ലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി കാര്യങ്ങളൊന്നുമില്ല. അതുകൂടാതെ ഇപ്പോൾ ട്രാഫിക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വണ്ടി ബ്ലോക്ക് ആണെങ്കിൽ പതുക്കെ പതുക്കെ നീങ്ങി പോകാൻ പറ്റും. വേറെ വണ്ടി വന്ന് ഇടയിൽ കയറ്റി വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല. പക്ഷെ ബാംഗ്ലൂരിലത്തെ അവസ്ഥ അങ്ങനെയല്ല. ബാംഗ്ലൂർ ഇപ്പോൾ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ഓട്ടോക്കാർ ബൈക്കാരൊക്കെ വന്ന് അവരിങ്ങോട്ട് തട്ടിയാലും അവർ തന്നെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പോലീസ് വരില്ലല്ലോ, അതിനു മുമ്പേ ഇവിടെ പ്രശ്നങ്ങളാണ്. അങ്ങനത്തെ കുറച്ച് ടാസ്ക് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ വണ്ടിയും ഈ വാഗനർ ഈ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. അപ്പോൾ അതൊക്കെ ഓടിക്കുമ്പോൾ ഒരു 12 മണിക്കൂറൊക്കെ ഓടിക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായി പോകും. അപ്പോൾ അവിടുത്തെ റോഡും ഇവിടുത്തെ റോഡും അവിടുത്തെ വണ്ടിയും ഇവിടുത്തെ വണ്ടിയും മൊത്തത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് നേരെ മറിച്ച് നാട്ടിൽ നിൽക്കുകയാണ്, വേറൊരു പണിയില്ല, നമുക്കൊരു ജോലി എന്തായാലും അത്യാവശ്യമാണ്, വേറെ ജോലി ഇത് കിട്ടുന്നത് വരെ പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ വേറെ ജോലി നോക്കുന്നുണ്ട്, അപ്പോൾ തൽക്കാലത്തിനൊരു ഇത് വേണം, അങ്ങനെയുള്ളവർക്കൊന്നും കുഴപ്പമില്ലാണ്ട് കയറാൻ പറ്റിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് കാലം ഈ ഊബർ വെച്ചിട്ട് ജീവിക്കാം എന്നുള്ളൊരു ചിന്തയിലൊന്നും ആരും നിൽക്കരുത്. അതുപോലെ തന്നെ വേറൊരാൾ ചോദിച്ചിട്ടുള്ളത്, രാത്രി വെള്ളം അടിച്ചിട്ട് വണ്ടിയിൽ കയറുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ? ഞാൻ കൂടുതൽ ഓടിയിട്ടുള്ള രാത്രിയാണ്. രാത്രി വണ്ടിയിൽ വെള്ളം അടിച്ചിട്ടുള്ള ആളുകൾ കയറിയിട്ടുണ്ട്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കയറാറുണ്ട്. അങ്ങനത്തെ പക്ഷെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. രാത്രി ഞാൻ ഊബർ ഓടാൻ പോയിട്ടും ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 1-2 തവണ ഉണ്ടായിട്ടുണ്ട്. അതായത് അവർക്ക് ഇപ്പോൾ ട്രെയിനിന് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടവരായിരിക്കും. അപ്പോൾ അവർ ഓൾറെഡി അവർക്ക് അറിയാം ഇത്ര ടൈമിൽ എത്തുള്ളൂ എന്ന്. പക്ഷെ എന്നാലും ഒരു വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വേമ്പോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരക്കൂട്ടിക്കൊണ്ടിരിക്കും. അത് എത്ര സ്പീഡിൽ പോയാലും തിരക്കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വെള്ളമടിച്ചിട്ട് വെള്ളമടിച്ച് കയറി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കിടന്നുറങ്ങും, ലൊക്കേഷനിൽ എത്തുമ്പോൾ വിളിച്ചാലായിരിക്കും ഇരിക്കുക. അതല്ലെങ്കിൽ വല്ല പാട്ട് കേട്ടോ ഫോണിൽ സംസാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഇരിക്കുള്ളൂ. വേറൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവുന്നുണ്ടായിരിക്കാം, അത് ചിലപ്പോൾ പിന്നെ ഉണ്ടാവാൻ എനിക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇതുവരെ ഞാൻ ഓടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ചോദിച്ചുള്ള വെച്ചാൽ, ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഊബർ ഓടായിരിക്കുകയാണ്, അതിന് എന്താണ് ചെയ്യേണ്ടത്? അതിന് ഒരുപാട് ഓപ്ഷൻ, ഒരുപാട് വഴികളുണ്ട്. എൻ്റെ കേസ് ഞാൻ ആദ്യം പറയാം. അതായത് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നത് ഇതുപോലെ തന്നെ എനിക്ക് നേരിട്ട് പരിചയമുള്ളവരുന്നല്ല, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടിട്ട് അവരവിടെ ഊബറിൻ്റെ വണ്ടി എടുത്തിട്ട് റെൻറ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരുന്നുണ്ട്, എനിക്കും ഇങ്ങനെ ഓടി നോക്കണമെന്നുണ്ട്.
അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പോൾ അതിനൊരു ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3500 രൂപ ഡെപ്പോസിറ്റ്, അതുകൂടാതെ 100 രൂപ റൂം റെൻറ്റ്, 500 രൂപ വണ്ടി റെൻറ്റ്, പിന്നെ CNG ഒരു 600-650 രൂപ, അത്രയാണ് എക്സ്പെൻസ്. പക്ഷേ എനിക്ക് ആ സമയം ആദ്യം ചെല്ലുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ഒന്നും അങ്ങനെ ചിലവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്ന് കയറിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ തന്നെ മെയിൻ കമ്പനികളിൽ നിന്ന് ഒരുപാട് പേര് വണ്ടികൾ റെൻറ്റിന് എടുക്കും. 5 വണ്ടി, 10 വണ്ടി, 20 വണ്ടിയൊക്കെ റെൻറ്റിന് എടുത്തിട്ട് ഇതുപോലെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വണ്ടി റെൻറ്റിന് തരും. അതായത് അവർ അധികം വണ്ടി എടുക്കുമ്പോൾ അവർക്ക് പൈസ കുറവിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കാം. അങ്ങനെ എടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമുക്കുള്ള ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ പോയി എടുത്തു കഴിഞ്ഞാൽ 10,000 രൂപ വണ്ടി റെൻറ്റ് കൊടുക്കണം, ഡെപ്പോസിറ്റ് കൊടുക്കണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് റെൻറ്റിൽ കാര്യങ്ങളൊക്കെ കുറവുണ്ടായിരിക്കും. പക്ഷേ 3 മാസത്തിനുള്ളിൽ നമ്മൾ വണ്ടി റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ ആ 10,000 രൂപ തിരിച്ചിട്ടില്ല. നേരെ മറിച്ച് വേറെ സ്ഥലത്താണ് പോകുന്നതെങ്കിൽ മിനിമം ഒരു 5,000 അല്ലെങ്കിൽ 3,000-5,000ൻ്റെ ഇടയിലായിരിക്കും ഡെപ്പോസിറ്റ് കൊടുക്കുന്നത്. ആ എമൗണ്ട് ഡെയിലി 100 രൂപ അല്ലെങ്കിൽ 200 രൂപ അങ്ങനത്തെ റേഞ്ചിലൊക്കെ ആയിരിക്കും കൊടുക്കുക. നമ്മളിപ്പോൾ 2 ദിവസം ഓടി നോക്കിയിട്ട് നമുക്ക് പറ്റില്ല എന്ന് വെച്ച് നിർത്തി പോന്നാലും ആകെ ഒരു 200 രൂപ 300 രൂപ നമുക്ക് പോകുന്നുള്ളൂ. നേരെ മറിച്ച് 3 മാസം അവിടെ നിൽക്കുകയാണെങ്കിൽ ആ എമൗണ്ട് തിരിച്ചു കിട്ടും. പക്ഷേ നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്തു, 10,000 രൂപ കൊടുത്ത് വണ്ടി എടുത്തിട്ട് ഒരു 3 ദിവസം ഓടി നോക്കി നമുക്ക് പറ്റില്ല എന്ന് കണ്ടിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തിരിച്ചു കൊടുത്താൽ 10,000 രൂപ നമുക്ക് കിട്ടൂല. കാരണം 3 മാസം കഴിഞ്ഞാൽ 3 മാസം നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ തിരിച്ചു കൊടുക്കുമ്പോൾ എമൗണ്ട് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ഊബർ ഓടാനിരിക്കുകയാണെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ OLX-ൽ, അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എല്ലാത്തിനും ആഡുകൾ വരുന്നുണ്ട്. ഊബർ ഓടാൻ ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. മലയാളീസ് ആണെങ്കിൽ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക, നേരിട്ട് പോവുക. നേരിട്ട് ബാംഗ്ലൂർ പോയതിനു ശേഷം, ബാംഗ്ലൂർ എത്തിയതിനു ശേഷം അവരുടെ റൂം, അതുപോലെ തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക. അതായത് നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവരോട് ചോദിച്ചറിയുക, എല്ലാ ഡീറ്റെയിലും ചോദിച്ചറിയുക. ഡെപ്പോസിറ്റ് എത്രയാണ്, വണ്ടിയുടെ റെൻ്റ് എത്രയാണ്, എത്ര മണിക്കൂറിനാണ്, അതുപോലെ തന്നെ ഏത് ടൈം ടു ഏത് ടൈമാണ് ഓടേണ്ടത്, അവർ പറയുന്ന ടൈമിൽ ഓടണോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനാണ് ഓടേണ്ടത്. അതുപോലെ തന്നെ റൂമിൻ്റെ കാര്യം ചോദിക്കുക, റെൻ്റ് എത്രയാണ്, റൂം റെൻ്റ് വരുന്നുണ്ടോ, അതുപോലെ തന്നെ റൂം, പിന്നെന്താ പറയുക, ഫുഡിൻ്റെ കേസ്, ചിലയിടത്ത് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എക്സ്ട്രാ പൈസ ഉണ്ടാവും കേട്ടോ. കാരണം അവർ കയ്യിൽ നിന്ന് എടുത്തുന്ന അവർക്ക് മുതലാവില്ല. ഞാൻ ജസ്റ്റ് പറയാണ്, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. കൂടാതെ ലൈസൻസ്, പിന്നെ ആധാർ കാർഡ്, പിന്നെ പാൻ കാർഡ്, ഈ 3 സംഭവമാണ് നമ്മുടെ കയ്യിൽ വേണ്ടത് യൂബർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ജസ്റ്റ് എന്താ പറയുക, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുത്താൽ അത്ര സമയം വേണ്ടി വരുന്നുള്ളൂ. അത് കൂടാതെ ഇതേതെങ്കിലും അവർ വാങ്ങി വെക്കുമോ എന്നുള്ളത് കൂടി ചോദിക്കുക. പിന്നെ ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള എമൗണ്ട് അത് എത്രയാണെന്ന് ചോദിക്കുക. ആ എമൗണ്ട് ആദ്യം തന്നെ കൊടുക്കണോ, അതല്ല കുറച്ചായിട്ടാണോ, ആഴ്ചയിലാണോ, ഡെയിലി ആണോ, അത് എപ്പോഴാണ് തിരിച്ച് കിട്ടുമോ. ഒരുവിധം തിരിച്ച് കിട്ടാൻ ചാൻസ് കുറവാണ്. എൻ്റെ അറിവിൽ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന പൈസ 3 മാസത്തിനുള്ളിൽ നമ്മൾ ജോലി നിർത്തുകയാണെങ്കിൽ തിരിച്ച് കിട്ടൂല. അതിപ്പോൾ ഞാൻ നിൽക്കുന്നിടത്താലും എവിടെയായാലും അങ്ങനെ തന്നെയാണ്. അത് നേരിട്ട് കമ്പനി നിർത്താലും അങ്ങനെ തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇതെല്ലാ കാര്യങ്ങളും നാട്ടിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക. വണ്ടിയുടെ കാര്യങ്ങൾ, പിന്നെ വണ്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ കണ്ടത് വാഗനർ, ഓട്ടോമാറ്റിക് അല്ല മാനുവൽ വാഗനറുകളാണ്. അതിപ്പോൾ 2023 മോഡലൊക്കെ ആയിരിക്കും, പുത്തൻ വണ്ടികളൊക്കെ ആയിരിക്കും. പക്ഷെ അത് കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ അതിൻ്റേതായ തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ വണ്ടിയും ഉണ്ടാവും. അതൊന്നും കണ്ടിട്ടാരും പഴയ വണ്ടിയാണെന്ന് ചിന്തിക്കണ്ട. വണ്ടികളൊക്കെ ഒരുവിധം വരുന്നത് പുതിയ വണ്ടികളാണ്. എങ്കിലും അത്യാവശ്യം ഈ ഊബർ ഓടുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഓടുന്ന വണ്ടികളാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇത്രയൊക്കെയാണ് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ, അതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും കമൻറ്റിലൊന്ന് പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആക്കാം കേട്ടോ. ഓക്കെ.